Srikumaran Thampi, a lyricist, director, producer and screenwriter in Malayalam cinema. He also writes poetry and is a recipient of the prestigious Vallathol Award. He has produced 25 films and directed 29, besides writing thousands of songs. ഞാൻ ബൈബിൾ പഠിച്ചിട്ടുണ്ട്. ബൈബിൾ നന്നായി പഠിച്ചിട്ടുണ്ട്. ഞാൻ ഹിന്ദുമതത്തിൽ ജനിച്ച് ഹിന്ദുമത വിശ്വാസിയായി ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാനാണ് സത്യനായക, മുക്തിദായക, പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക, ശ്രീ യേശുനായക എന്ന പാട്ട് എഴുതിയ ഞാനാണ്. സത്യനായക, മുക്തിദായക, പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക, ശ്രീ യേശുനായക. നമസ്കാരം. ഈ അമ്മമാരെ മക്കൾ വേണ്ടതുപോലെ നോക്കാത്ത ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഞാൻ അമ്മയെക്കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് ചൊല്ലിക്കൊണ്ട് തുടങ്ങാം. അമ്മയ്ക്കൊരു താരാട്ട് എന്നാണ് ഈ കവിതയുടെ പേര്. സാധാരണ അമ്മ മക്കളെയാണല്ലോ താരാട്ടുന്നത്. പക്ഷേ അമ്മയ്ക്ക് വാർദ്ധക്യം വരുമ്പോൾ മക്കൾ അമ്മയെ താരാട്ടണം എന്നാണ് കവിതയുടെ സാരം. അപ്പോൾ അമ്മയ്ക്കൊരു താരാട്ട് ഇംഗ്ലീഷിലെ ലല്ലബി ഫോർ മദർ, ഹിന്ദിയിലും ഒറിയ ഭാഷയിൽ, അങ്ങനെ എല്ലാ ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തി. അപ്പോൾ ആ കവിത ഞാൻ ചൊല്ലാം. അത് എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ എഴുതിയതാണ്. എന്നെയുറക്കുവാൻ നീ പണ്ടു പാടിയ കണ്ണുനീർപ്പാട്ടും കടമെടുക്കുന്നു ഞാൻ. ഇന്നു ഞാൻ താരാട്ടുപാടാം. ഉറങ്ങുകന്നമ്മേ, ഇനി അല്ലലില്ല നീ മുക്തയായി. ജന്മം കടം, രക്തദുഗ്ധം കടം, നാവിൽ നിൻവിരൽ തേച്ച പൊൻ തേൻ കണത്തിൽ പൂത്ത സംഗീതവും അമ്മ എന്ന വാക്കിൽ നിന്നു മിന്നിത്തെളിഞ്ഞൊരൻ വാഗ്മയവും കടം. കിട്ടാക്കടത്തിൻ കണക്കു സൂക്ഷിക്കാതെ സൽക്കരിച്ചെന്നെ നീ അന്ത്യദിനം വരെ. ഒന്നും പകരം തരാൻ കഴിഞ്ഞില്ല. നിൻ പൊന്മകൻ പാടി നടന്നു സഞ്ചാരിയായി. എത്ര എടുത്താലും ഒട്ടും കുറയാത്ത സ്വത്തൊന്നു മാത്രം അതമ്മയാണൊഴിയിൽ. പേറ്റുനോവാൽ കടം വീട്ടുന്നു പുത്രിമാർ, ഓർത്താൽ അധമർന്നർ ആൺമക്കളെന്നുമേ. പേറ്റുനോവാൽ കടം വീട്ടുന്നു പുത്രിമാർ, ഓർത്താൽ അധമർന്നർ ആൺമക്കളെന്നുമേ. മിണ്ടാതെ എങ്ങനെ നീ കിടക്കുന്നു നിൻ മുൻചുണ്ടിയെങ്ങ്, ചടുലമാംഗിക ഭാവങ്ങളങ്ങ്. തിരയടിക്കും കടൽ ഈ വിധം നിശബ്ദമാവതെന്തത്ഭുതം. ജീവിതം യുദ്ധമാണെന്നോരി നീ തോറ്റുപോകാതെ അംഗം തുടർന്നിതന്ത്യം വരെ. മൗനമായി വന്നു മരണം, മൗനമായി വന്നു മരണം. ഈ തോൽവിയും ധന്യം, അഭിമാനമെന്നുമേ നിന്ധനം. എല്ലാം കഴിഞ്ഞു മുൻകോപവും കോപത്തിനുള്ളിലെ നന്മയും ദാരിദ്ര്യ ദുഃഖത്തിനുള്ളിലും വെട്ടിത്തിളങ്ങിയ ദാനമാം ധർമ്മഭാവത്തിൻ്റെ സ്വർഗപ്രകാശവും. ഇല്ലിനി കണ്ണു തുറക്കില്ല നീ, മക്കൾ തൻ കൊള്ളിവാക്കിൽ മനം വേവില്ലിനി. അർത്ഥമത്രമേൽ പൂക്കും സകാരവാക്കിൻ അഗ്നിശുദ്ധി ആ നാവിൽ തുളുമ്പുകയില്ലിനി.
നിത്യമാം നിദ്രയിൽ നീലയിച്ചു. ദുഃഖവർഷ കൊടുങ്കാറ്റിൽ നിന്ന് നിൻ പ്രാണനും സ്വത്വം തിരഞ്ഞു തിരഞ്ഞു തളർന്നിതാ. സ്വത്വം തിരഞ്ഞു തിരഞ്ഞു തളർന്നിതാ നിത്യതയായി ലയിച്ചോങ്കാര ബിന്ദുവിൽ. നിന്റെ വാത്സല്യ ജലത്തിൽ കുളിച്ച് ഇനി എൻ്റെ പാപത്തിൻ കുടമുടയ്ക്കട്ടെ ഞാൻ. അഗ്നി കൊളുത്തട്ടെ എൻ ഗൃഹത്തിനു ഞാൻ, ശുദ്ധി വരുത്തട്ടെ അങ്ങനൻ ജീവനും. നിന്നുടലിൻ അംഗമായി വന്നു ഭൂമിയിൽ, നിന്നുടലിൻ അംഗമായി വന്നു ഭൂമിയിൽ. നിന്നെ ചവിട്ടി വളർന്നു നിൻ നന്മയും നിൻ ത്യാഗവും നന്മയും ദോഹദമാക്കി ഉയർന്നിതാ. നിൻ ശരീരത്തെ എരിച്ചു ഞാൻ പുത്രനായി. ദുഃഖം സുഖം ജയം തോൽവി സർവം മിഥ്യ. സത്യം ഈ തീ അഗ്നിമീളെ പുരോഹിതം. വെരി ഗുഡ്. ഇതെൻ്റെ അഭിപ്രായം. ഇതൊരു കാർഡിലടിച്ച് നമ്മുടെ ക്ലാസ് സ്കൂളുകളിലെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ആഴ്ചയിലൊരിക്കൽ കുട്ടികളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതായത് നമ്മൾ ശരിക്കും അമ്മയുടെ ശരീരത്തിൻ്റെ ഒരു അംഗമായിട്ടാണ് വരുന്നത്. പ്രസവിക്കുന്നത് വരെ ശരീരത്തിലൊരു അവയവമാണ് നമ്മൾ. നല്ല വലിയ ആശയങ്ങൾ പരിചയമായ ഭാഷയിൽ ഇന്ന് മനുഷ്യൻ്റെ വലിയ ആവശ്യം, ആശയങ്ങളാണ് മനുഷ്യൻ്റെ വലിയൊരു ആവശ്യമാണ് അമ്മ. തീർച്ചയായും അമ്മ എന്നുള്ള വാക്കിന് അർത്ഥമില്ലാതായിപ്പോയി. അർത്ഥമില്ലാതായിപ്പോയി. കാരണം അമ്മയെ കൊണ്ടുപോയി ഗുരുവായൂർ അമ്പലത്തിൽ ഉപേക്ഷിക്കുന്ന മക്കളുണ്ട്, കൊല്ലുന്നവരുണ്ട്. അപ്പം ഇതിന് പ്രചോദനം അതാണ്. എല്ലാ സ്വത്തുക്കളും അമ്മയുടെ സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിയിട്ട് ദുബായിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അമ്മയെ കൊണ്ടുപോയി എയർപോർട്ടിൽ ഇരുത്തിയിട്ട് ദുബായിൽ കയറിപ്പോയ മക്കളുണ്ട്. ഇങ്ങനെയുള്ള അനവധി ഈ വാർത്തകളിൽ നിന്ന് ഞങ്ങളുടെ അമ്മ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ അമ്മയുടെ ദുഃഖവും അതുപോലെ ഇപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു ആശയം, അതായത് ഒരു പെൺകുട്ടിക്ക് പറയാം, ഒരു സ്ത്രീക്ക് പറയാം, അമ്മ എന്നെ കഷ്ടപ്പെട്ട് പ്രസവിച്ചെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയെ കഷ്ടപ്പെട്ട് പ്രസവിച്ചു, ആ കടവങ്ങ് വീട്ടി. പക്ഷേ പുത്രന് പറയാൻ പറ്റുമോ? പുത്രന് ഒരിക്കലും ആ കടം വീട്ടാൻ പറ്റില്ലല്ലോ. മരണം വരെ അവൻ കടക്കാരനാണ്, ഒരിക്കലും അധമരണനാണ്, അവന് ഒരിക്കലും ആ കടം വീട്ടാൻ പറ്റില്ല. പക്ഷേ ഇത് നമ്മുടെ എത്ര ആൺമക്കൾ വിചാരിക്കുന്നു. അമ്മയ്ക്കൊരു താരാട്ട് എന്നുള്ള പേരിൽ ഇതുപോലെ അമ്മയെ മക്കൾ സ്നേഹിക്കണമെന്നുള്ള ഈ അമ്മയെ ഉപേക്ഷിക്കുന്ന മക്കളുടെ കഥ പറഞ്ഞ ഒരു സിനിമയും ഞാൻ പിടിച്ചു, അമ്മയ്ക്കൊരു താരാട്ട് ഇതേ പേരിൽ. പക്ഷേ ആ സിനിമ ഓടിയില്ല, ചെറുപ്പക്കാരും കണ്ടില്ല സിനിമ. അമ്മയ്ക്കൊരു താരാട്ടെന്നുള്ള ശീർഷകം കണ്ടപ്പോൾ തന്നെ ആരും തിയേറ്ററിൽ വന്നില്ല. അതാണ് നമ്മുടെ നാട്ടിലെ മാറ്റം. ഇത് വലിയ മാറ്റമാണ്. ഇപ്പോഴത്തെ പുതിയ സിനിമകളിൽ പോലും, പുതിയ തലമുറയുടെ സിനിമകളിൽ പോലും അച്ഛനെയും അമ്മയും കഥാപാത്രങ്ങളെ അല്ല. മിക്കവാറും സിനിമകളിൽ അച്ഛനമ്മമാരില്ല. ജീവിതം പ്രസാദാത്മകമാണ് എന്ന് വിശ്വസിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് അങ്ങനെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു മഹത്തായ കാര്യമാണ്. ജീവിതം പ്രശ്ന സങ്കീർണമാണ് എന്ന് നമുക്കറിയാം, ജീവിതം ദുരിതപൂർണമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ജീവിതം സുന്ദരവുമാണ്. ജീവിതത്തെ സുന്ദരമാക്കി മാറ്റാൻ കഴിയും. ഏത് ദുഃഖസംഭവത്തെയും സമാധാനത്തോടെ സമീപിക്കാൻ കഴിയും. ഈ ഒരു കാഴ്ചപ്പാടിലൂടെ ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന മഹാനായ ഒരു പുരോഹിതനാണ് ക്രിസോസ്റ്റം തിരുമേനി. ഇന്ന് സ്നേഹബന്ധങ്ങൾ കുറയുക. മറ്റേതാണെങ്കിൽ അതെ, മുമ്പൊക്കെ പോയേച്ച് വന്നാലും പോകുമ്പോഴും അമ്മയുടെ കാലും തൊട്ടു വീഴും. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഞങ്ങൾ പോലും ഇപ്പം എന്നെയൊക്കെ അമ്മ പഠിപ്പിച്ചിരിക്കുന്നത്, എന്നേക്കാൾ പ്രായമുള്ള ആരെ കണ്ടാലും കാൽ തൊട്ട് വിടണമെന്നാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. കേരളം എപ്പോഴും അങ്ങനെ ആയിരുന്നു. രാജകുടുംബമായാലും തെണ്ടിയുടെ കുടുംബമായാലും അമ്മയെ കാണുമ്പോൾ
മകൻ്റെ ഉള്ളിൽ ഒരു വലിയ ഇതുണ്ടാകുമായിരുന്നു. ഇന്ന് അമ്മയെ കാണണമെന്നില്ല, കണ്ടാൽ തിരിച്ചറിയുന്നില്ല. ഞാൻ ഒരു പത്രക്കാരനോട് പറഞ്ഞു, ഈശ്വരൻ ഞാൻ സ്വർഗത്തിൽ ചെന്ന് ഒരു 3 വർഷം കഴിയുമ്പോൾ എന്നോട് പറയുന്നു, നിനക്കിപ്പോൾ ഒന്നുകൂടെ ഒന്ന് പോയി ഒരു 3 മാസം ജീവിച്ചേച്ചു വരണമെന്ന് പറഞ്ഞു. നിനക്ക് ആരെ അമ്മയായിട്ട് എടുക്കണം? ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ആരെ അമ്മയായി എടുക്കണം അല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയും എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു, എന്നെ വളർത്തിയ അമ്മയെ. കാരണം എൻ്റെ സകല അനുഗ്രഹങ്ങളുടെ അടിസ്ഥാന വേല ആ അമ്മയാണ്. തീർച്ചയായിട്ടും ഞാൻ പറയാം, എൻ്റെ അച്ഛനൊരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തെക്കാൾ എനിക്ക് പുരോഹിതൻ എൻ്റെ അമ്മയായിരുന്നു. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതെന്നല്ല, ഞാൻ അദ്ദേഹത്തെ ആരാധിക്കുന്നത് അദ്ദേഹത്തിലെ ഈ നന്മ കൊണ്ടാണ്. സമഭാവനയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മുഖമുദ്ര. എന്തും നർമ്മബോധത്തോടെ കാണുക, ഏത് വിഷയത്തെയും നർമ്മബോധത്തോടെ സമീപിക്കുക, ഏത് ചോദ്യത്തിനും നർമ്മബോധത്തോടെ ഉത്തരം പറയുക. ഇതാണ് തിരുമേനിയുടെ സ്വഭാവ വൈശിഷ്ട്യം. നമ്മുടെ ഈ സാംസ്കാരികമായിട്ടുള്ളത്, പ്രത്യേകിച്ചും ഈ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഒരു മാറ്റത്തിന് കാരണം കുറച്ച് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അപചയമല്ലേ? അതിലൊരു സ്വാധീനം നമ്മളുടെ ജീവിതത്തിൽ വരുന്നില്ലേ? അല്ല, രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഗതി അമ്മയില്ല. അമ്മ എന്ന് പറയുന്നത് ഉപേക്ഷിക്കാൻ പാടില്ലാത്തതും മാറ്റിവെക്കാവുന്നതും ഒന്നുമല്ല, ഒരിക്കലുമല്ല. ഈ രാഷ്ട്രീയം നമ്മൾ ഇന്ന് ആണെന്ന് പറയുന്നിടത്തല്ല നാളെ. അതുകൊണ്ട് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു നിലനിൽപ്പുള്ള ആശയങ്ങളല്ല. രാഷ്ട്രീയത്തിലെ ദുഷിച്ച അംശങ്ങൾ ശരിക്കും നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നില്ലെന്ന് ഞാൻ ചോദിക്കുന്നു. ബാധിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്. ഇപ്പം തന്നെ ഈ മതങ്ങൾ തമ്മിലുള്ള ഒരു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പോൾ ഒരു അമ്പലത്തിലെ കൊടിമരം കൊണ്ടുവരുന്നത് ക്രിസ്ത്യൻ കുടുംബമാണ്, അവിടെ വെടിക്കെട്ട് നടത്തുന്നത് മുസ്ലിം കുടുംബം. ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പള്ളികളൊക്കെ കൂതാശ ചെയ്യുമ്പോൾ വഴിയിലിങ്ങനെ കെട്ടെടുക്കും, പിന്നെ പോയും ഒക്കെ. അത് സമൂഹത്തിൻ്റെ ആയിരുന്നു. ഇന്ന് അതെങ്ങനെ നശിപ്പിക്കണം? ചിലതില്ലെന്ന്, ആവശ്യമില്ലെന്ന് പറയുന്നു. ഞാൻ എൻ്റെ ഒരു സ്നേഹിതനായിട്ട് കമ്മ്യൂണിസ്റ്റ്, ഞാൻ പറഞ്ഞു, ഭക്ഷണം ആവശ്യമില്ല, നീ ഒരു കല്യാണ സദ്യക്ക് പോയി ചടങ്ങ് ഇനിയും ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കഴിയുമ്പോൾ വിശക്കില്ല, വേണ്ടെന്ന് നീ പറഞ്ഞെന്ന് വിചാരിച്ചു. അതുപോലെയാണ് ഈശ്വരനുള്ളത് കൊണ്ടാണ് ഈശ്വരൻ വേണ്ടെന്നൊക്കെ പറയാൻ എന്നിൽ ഈശ്വരനുണ്ട്. ഈശ്വരനുണ്ടോ എന്ന ചോദ്യത്തിൽ തന്നെ ഈശ്വരൻ ഉണ്ടെന്നുള്ള ഉത്തരവുണ്ടല്ലോ. അതെ, ഇല്ലാത്തത് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്കൊരു വലിയ സംശയം, ഞാൻ ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല. മതം മനുഷ്യ പുരോഗതിക്ക് വളരെ സഹായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ മനുഷ്യ സംസ്കാരം വളർത്തിയെടുക്കുന്നതിലൊക്കെ മതത്തിന് വലിയൊരു പങ്ക്, എല്ലാ മതങ്ങൾക്കും പങ്കുണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് മനുഷ്യ വഹിക്കുന്ന കറുപ്പാകുന്നത് അതിൻ്റെ ദോഷവശങ്ങളിലേക്ക് നമ്മൾ ദോഷങ്ങൾ മാത്രം സ്വീകരിക്കുമ്പോഴാണ്. അപ്പം അങ്ങനെയുള്ള ആളെന്ന നിലയിൽ ഇപ്പോൾ
ഞാൻ ഹിന്ദുമതത്തിൽ ജനിച്ച് ഹിന്ദുമത വിശ്വാസിയായി ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാനാണ് സത്യനായക, മുക്തിദായക, പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീ യേശുനായക എന്ന പാട്ട് എഴുതിയ ഞാനാണ്, ഹിന്ദുവായ ഞാനാണ്. നീ എൻ്റെ വെളിച്ചം, ജീവൻ്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ, അമ്മ നീ എൻ അഭയമല്ലേ എന്ന് മാതാവിനെക്കുറിച്ച് പാട്ട് എഴുതിയ ഞാനാണ്. അപ്പോൾ എത്രമാത്രം ഹിന്ദു ഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടോ അത്രമാത്രം ക്രിസ്ത്യൻ ഭക്തി ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈദ് മുബാറക്ക്, തൽക്കാല ദുനിയാവ് തുടങ്ങിയ മുസ്ലിം ഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. തത്വചിന്താപരമായ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മതം മനുഷ്യനെ ദുഷിപ്പിക്കുന്നതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുക. നല്ല അംശങ്ങൾ ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ആണ് അങ്ങയോടുള്ള എന്നെ എപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ക്രിസ്തുവാണോ ക്രിസ്തു മതം? ക്രിസ്തുവും ക്രിസ്തു മതവും ഒന്നാണോ? കാരണം ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടുണ്ട്. മനസ്സിലായി. അപ്പം ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു വലിയ ആരാധകനാണ്. ഞാനൊരു അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിക്കുകയും അദ്ദേഹത്തെ ത്യാഗത്തെ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്ന വളരെയധികം. ഞാൻ ബൈബിൾ പഠിച്ചിട്ടുള്ള ആളാണ്. ഞാൻ കുട്ടനാടെന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഓരോ അധ്യായത്തിനെയും ഒരു കാച്ച് വേർഡായിട്ട് കൊടുത്തിരിക്കുന്ന ബൈബിൾ വാക്യമാണ്. ഉദാഹരണമായിട്ട് ഒരു അധ്യായം തുടങ്ങുന്നത്, ഉപ്പ് നല്ലത് തന്നെ, പക്ഷേ അതിന് കാരമില്ലാതെ പോയാലോ എന്തൊന്നിനാൽ അതിന് രസം വരുത്തും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത്രമാത്രം എനിക്ക് ബൈബിൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസല്ലേ ക്രിസ്തുവിനെ സ്ഥാപിച്ചത്? അതെ അല്ലേ? പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന്, അദ്ദേഹത്തെ തള്ളിപ്പറയാതെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് ആരും ക്രിസ്തുവിനെ സ്ഥാപിക്കാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ പത്രോസാണ് ആഗ്രഹിച്ചത്. അതിൻ്റെ പിന്നിലുള്ള അങ്ങനെ എനിക്ക് ചിന്തിച്ചിട്ടുണ്ട്. ഇതൊരു മതമാക്കി മാറ്റിയത്, ക്രിസ്തുവിൻ്റെ പേരിൽ ഒരു മതം സ്ഥാപിച്ചത് പത്രോസാണ്, പീറ്ററാണ്. അതെ. ആ പത്രോസ് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു, ഗുരുവിനെ തള്ളിപ്പറഞ്ഞ ശിഷ്യനാണ്. അതായത് അവൻ്റെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൻ്റെ തോൽവിയല്ല, അവൻ്റെ ജീവിതത്തിൽ അവൻ സ്വീകരിച്ച അവൻ ഉയർന്നതായ പാഠമാണ്. അതാണ് അതിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അതെ. അല്ലാതെ തോൽവിയിൽ നിന്ന് പാഠം പഠിക്കുമ്പോൾ അത് വിജയമായി മാറും. അപ്പോഴതെ അത് ജീവനുള്ള പാഠമായിട്ട്, അല്ലെങ്കിൽ വെറും പുസ്തകത്തിലെ പാഠമായി. അത് വളരെ ശരിയാണ്. കാരണം ഇപ്പോഴും ഒരു യുവാവിൻ്റെ പ്രസരിപ്പോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നതും പെരുമാറുന്നതും. അപ്പോൾ ദുഃഖിക്കുന്ന നമ്മളെ സന്തോഷിപ്പിക്കാനും നർമ്മബോധത്തിൻ്റെ ഒരു മനോഹര സദനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനും അദ്ദേഹം ദീർഘകാലം ജീവിച്ചിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ ചെന്ന് ഒരു 3 വർഷം കഴിയുമ്പോൾ എന്നോട് പറയുന്നു, നിനക്കിപ്പോൾ ഒന്നുകൂടെ ഒന്ന് പോയി ഒരു 3 മാസം ജീവിച്ചേച്ചു വരണമെന്ന് പറയും. നിനക്ക് ആരെ അമ്മയായിട്ട് എടുക്കണം? ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ആരെ അമ്മയായി എടുക്കണം? ഞാൻ പറഞ്ഞു, എന്നെ വളർത്തിയ അമ്മയെ. കാരണം എൻ്റെ സകല അനുഗ്രഹങ്ങളുടെ അടിസ്ഥാന വേല അമ്മയാണ്. എന്നെ അലട്ടുന്ന വിഷയം, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നു പ്രത്യയശാസ്ത്രം, അതിൻ്റെ മഹിമ, അതിലൂടെയുള്ള മോചനം. നമ്മൾ രണ്ടുപേരും പറഞ്ഞത് അത് തന്നെയാണ്, മോചനമാണ്. എനിക്കിഷ്ടം ഇങ്ങനെ പറയാനാണ്, ക്രിസോസ്റ്റം തിരുമേനെന്ന് പറഞ്ഞ അപ്പച്ചനും ബിനോയ് എന്ന ഞാനും കൂടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുക, വാച്ച് നോക്കാതെ, ചുറ്റുപാടും ആരെയും കാണാതെ ഇങ്ങനെ സംസാരിക്കുക.